ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഫോർട്ട് കൊച്ചി സ്റ്റൈൽ ബിരിയാണിയാണ്. അത് മട്ടൺ കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഫോർട്ട് കൊച്ചിയാണ്. അവിടുത്തെ ഉമ്മയാണ് എന്നെ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് കിടക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇവിടെ 200 ഗ്രാം ചുവന്നുള്ളിയും 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞും എടുത്തു വെച്ചിട്ടുണ്ട്. 2 വലിയ തക്കാളി അല്ലെങ്കിൽ 200 ഗ്രാം തക്കാളി, വെളുത്തുള്ളി 10 അല്ലി, 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, പച്ചമുളക് 10 എണ്ണം, ഒരു വലിയ നാരങ്ങയുടെ നീരും. ആദ്യം തന്നെ ഒരു ചോപ്പറിലോട്ട് ചുവന്നുള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് എന്നിവയെല്ലാം കൂടി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. സവാള ചോപ്പ് ചെയ്തും ചേർക്കാം, ചോപ്പ് ചെയ്യാതെ ഡയറക്റ്റും ചേർക്കാം. പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാള ചോപ്പ് ചെയ്യാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം സവാള ഇട്ടൊന്ന് വഴറ്റി ഒന്ന് വാടി വരുമ്പോൾ ബാക്കിയുള്ള ചോപ്പ് ചെയ്ത സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെയും വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉപ്പും പാകത്തിന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം ഒരടപ്പ് വെച്ചിട്ട് അതൊന്ന് മൂടി 1 മിനിറ്റോളം ചെറിയ തീയിലിരുന്ന് വേവാനായിട്ട് വെക്കുക. ഇപ്പോൾ വെന്ത് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടി തൈര് ചേർത്ത് കൊടുക്കുക. 1 നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുക്കുന്നത് ഇറച്ചിക്ക് നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പും പുളിയും നല്ല പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം നല്ലതുപോലെ ക്ലീൻ ആക്കിയ വലിയ മട്ടൺ പീസസ് ആണിത്. ഇവിടെ 1.25 കിലോ മട്ടൺ ഉണ്ട്. ഇത് 1 കിലോ ആണ് അരി എടുക്കുന്നതെങ്കിൽ 1.25 മുതൽ 1.5 കിലോ വരെയാണ് മട്ടൺ പീസസ് വേണ്ടത്. ഏത് ഇറച്ചി കൊണ്ടുള്ള ബിരിയാണി ആണെങ്കിലും 1 കിലോ അരിക്ക് 1.25 മുതൽ 1.5 കിലോ വരെയാണ് മീറ്റ് നമ്മൾ എടുക്കേണ്ടത്. ഇറച്ചി കഷ്ണങ്ങളിൽ മസാല പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇറച്ചിയിലോട്ട് ഈ ഗ്രേവിയുടെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ പിടിക്കാനായിട്ട് ഇതൊന്ന് ചെറിയ തീയിൽ സൈഡിൽ വെക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 വലിയ സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യുടെ അളവ് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതിൽ കാണുന്ന പോലത്തെ അത്രയും വലിപ്പമുള്ള സ്പൂണിലാണ് 2 സ്പൂൺ നെയ്യ് ഞാൻ ആദ്യം ഒഴിച്ചു. അതിലോട്ട് അല്പം വെളിച്ചെണ്ണയും കൂടി പൊരിച്ചു കോരാൻ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ 2 വലിയ സവാള എടുത്ത് ആദ്യം പൊരിച്ചു കോരിയെടുക്കാം. ഈ നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഓയിലിൽ നമ്മൾ പൊരിച്ചു കോരി എടുത്ത് കഴിയുമ്പം അതിൻ്റെ ക്രിസ്പിനെസ് കുറച്ച് നേരം നീണ്ടു നിൽക്കും. ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. സവാള പൊരിച്ചു മാറ്റിയ എണ്ണയിൽ ഇനി മല്ലിയില 1 കപ്പ് അരിഞ്ഞതും 1 കപ്പ് പുതിനയുടെ ഇല അടർത്തിയതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വീണ്ടും പൊരിച്ചെടുക്കുക. മല്ലിയിലയും പുതിനയും കൂടി പൊരിച്ചു കോരി സവാള പൊരിച്ചതിൻ്റെ കൂട്ടത്തിൽ വയ്ക്കാം. ഇതൊരു സൈഡിൽ വയ്ക്കുക. മട്ടൺ ചെറിയ തീയിൽ നമ്മൾ സൈഡിൽ ഒരു പാനിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വെള്ളമൊക്കെ പുറത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് പൊരിച്ചു കോരിയ സവാള കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വയ്ക്കുക. ഏകദേശം 1 സവാള പൊരിച്ചു കോരിയത് നമ്മൾ ഈ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടി വരും. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിനി ഇത് കുക്കറിലോട്ട് മാറ്റി വേവിക്കാനായിട്ട് വയ്ക്കാം. അല്പം മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. ഓരോരുത്തർക്കും വേണ്ടുന്നത്ര ഫ്രഷ് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. മട്ടൺ വലിയ കഷ്ണങ്ങളായതുകൊണ്ട് ഏകദേശം 25 മിനിറ്റോളം വേവിക്കേണ്ടി വരും കുക്കറിൽ. അത് വേകുന്ന ഇടം വരെ വേവിക്കുക. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം.
ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. ചെറിയ അരിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ അരി വേണമെങ്കിലും യൂസ് ചെയ്യാം. 1 കിലോ അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ അരി നല്ലപോലെ കഴുകി വെള്ളത്തിൽ കുതിരാനായിട്ട് അരമണിക്കൂർ വെക്കുക. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. അരി വേവിക്കാനുള്ള പാത്രത്തിലോട്ട് നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മൾ പൊരിച്ചു കോരിയ എണ്ണ ഒഴിക്കുക. ഓയിൽ കുറവാണെങ്കിൽ അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 6 ഏലക്ക, ഒരു 2 ഇഞ്ച് കഷ്ണം കറുവാപ്പട്ട, ഒരു 6-7 ഗ്രാമ്പു, ഒരു തക്കോലം ഇത്രയും ചേർത്ത് നല്ലതുപോലെ ചൂടാക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. സവാള അധികം വഴറ്റി കൊടുക്കണ്ട. സവാള എണ്ണയിൽ കിടന്നൊന്ന് വാടിയാൽ മാത്രം മതി. അതിനുശേഷം നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് അരി അളന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ അരിയുടെ ഡബിള് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് 1 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഉപ്പ് അല്പം മുൻപിൽ നിന്നാലേ അരി ചേർത്ത് കൊടുക്കുമ്പോൾ പാകമാകുള്ളൂ. മൂടി വെച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ അരി ചേർത്ത് കൊടുക്കുക. കുതിർത്തി അരിച്ചെടുത്ത അരി നമുക്കിതിനോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ച് നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ തീ കുറച്ച് വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം വറ്റുമ്പോൾ അരി വെന്ത് വന്നിട്ടുണ്ടാവും. നെയ്ച്ചോറ് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ദമ്മാക്കാം നമുക്ക്. ചുവട് കട്ടിയായിട്ടുള്ള നല്ലൊരു പാത്രം നമ്മൾ എടുക്കുക ബിരിയാണി ദമ്മാക്കാനായിട്ട്. ഇതിലോട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ പാനിലോട്ട് ഈ കുക്കറിലുള്ള ഇറച്ചി മാറ്റുമ്പം വെള്ളം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഈ വെള്ളം ഒന്ന് കുറച്ച് വറ്റിച്ചെടുക്കുക. ഫുള്ള് വറ്റിക്കേണ്ട ആവശ്യമില്ല. ഇറച്ചിയുടെ പീസുകളൊക്കെ ഈ പാനിലെ അടിവശത്താണ് വെക്കേണ്ടത് ചോറ് ദമ്മാക്കുമ്പോൾ. ഈ മസാലയിൽ നിന്ന് അല്പം ഗ്രേവി മാത്രമായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി പൊരിച്ചു വെച്ചിരിക്കുന്ന സവാളയും മല്ലിയിലയും പുതിനയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാഷ്യൂം കിസ്മിസും ഫ്രൈ ചെയ്ത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. പൊരിച്ചു കോരിയ ഈ കൂട്ട് അല്പം വിതറി കൊടുക്കാം ഈ ഗ്രേവിയുടെ മുകളിലോട്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് ചോറ് ഒരു ലെയർ നിരത്തിയിടുക. 1/4 ഗ്ലാസ് പാലിൽ 3-4 തുള്ളി റോസ് വൈറ്റ് എസൻസ് മിക്സ് ചെയ്ത് ചോറ് ലെയർ ചെയ്യുന്ന സമയത്ത് ചോറിൻ്റെ മുകളിലോട്ട് ഒന്ന് തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ ബിരിയാണിക്കൊരു ഫ്ലേവർ കിട്ടും. ഇതിനോടൊപ്പം തന്നെ ഒരു ഫ്ലേവറിന് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും കൂടി ഇടയ്ക്ക് ലെയർ ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചില ആളുകൾക്ക് മട്ടൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഈ പറഞ്ഞത് 2 സ്റ്റെപ്പും. ഇനി ചോറ് നിരത്തിയതിന് ശേഷം ആ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രേവി അല്പം ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചോറ് ലെയർ ചെയ്യുമ്പം നെയ്യ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഏറ്റവും മുകളിലത്തെ ലെയറിൽ സവാള പൊരിച്ച് കോരിയത് വിതറി കൊടുക്കാം. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ അടപ്പ് ചേരുന്നത് വെച്ച് നമ്മളൊന്ന് അടച്ച് ഇത് ചെറിയ തീയിൽ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ലെയർ ചെയ്യുമ്പം ഇടയ്ക്ക് ഫ്രഷ് മല്ലിയില അരിഞ്ഞത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബിരിയാണി ചെമ്പിൻ്റെ നടുക്കോട്ട് വലിയൊരു നീളമുള്ള സ്പൂൺ വെച്ച് ഇതിൻ്റെ നടുക്ക് ഓരോ ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇതേപോലെ തന്നെ ഇത്തിരി അകത്തി വേണം ഈ ഹോൾ ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആവി വരുന്നതിനോടൊപ്പം തന്നെ ബിരിയാണിയുടെ താഴെ ഇട്ടിരിക്കുന്ന ഗ്രേവിയുടെ ഫ്ലേവറും കൂടി നല്ലതുപോലെ ഈ റൈസിലോട്ടൊക്കെ പിടിച്ചു വരും. ഏകദേശം ഇങ്ങനെ മൂടി വെച്ച് 10 മിനിറ്റോളം ആവി വരുത്തണം. ഓരോ 2 മിനിറ്റ് ഇടവിട്ടും ഈ പാത്രത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് തീ വരുന്ന രീതിയിൽ ഒന്ന് തിരിച്ച് വയ്ക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് ചൂടോടുകൂടി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. മറ്റൊരു നല്ല വിഭവമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.